ലത്തീൻ സഭയ്ക്ക് അറിയാതെ തന്നെ ഒരു UDF മൈൻഡ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി പറഞ്ഞാൽ ഒരു കോൺഗ്രസ് മൈൻഡ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രാവശ്യത്തെ വേറൊരു പ്രശ്നമുണ്ട്. ലത്തീൻ സഭയുടെ ഏറ്റവും പ്രിയപ്പെട്ട സാബു ജോർജാണ് LDFന് വേണ്ടി കളത്തിലിറങ്ങുന്നത്. അത് ദൈവവിശ്വാസമുണ്ട്, അതുപോലെ തന്നെ ചില നേതാക്കന്മാരിൽ അവർക്ക് വിശ്വാസമുണ്ട്, ചില ചിഹ്നങ്ങളിൽ വിശ്വാസമുണ്ട്. ഇതൊക്കെ കൂടിക്കലർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് എറണാകുളത്ത് എല്ലാ കാലത്തും ഉണ്ടായിരിക്കും. ഇപ്പോൾ കനകോലുമൊക്കെ വലിയ രീതിയിൽ പഠനം നടത്തിയെന്ന് പറയുമ്പോൾ പോലും പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള എന്താണ് വികാരം എന്ന് പഠിക്കാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറാവുന്നില്ല എന്നുള്ളത് പലപ്പോഴും തിരിച്ചടിക്ക് കാരണമാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാം. അപ്പോൾ ഈ ജാതി സമവാക്യങ്ങളും ഒപ്പം തന്നെ അവിടെയുള്ള പ്രാദേശികമായ ചില വിഷയങ്ങളും അവിടുത്തെ ജനങ്ങളുടെ വികാരമൊക്കെ പഠിക്കാൻ തയ്യാറാവണം. അതിപ്പോൾ ഇപ്പം തൊട്ട് പഠിക്കാൻ തയ്യാറാവണം. കൃത്യമായിട്ട് വികസന പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നു, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ നീക്കങ്ങൾ എന്താണ് എന്നൊക്കെ ആളുകൾ കൗതുകത്തോടെ നോക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം ആരായാലും നമുക്കറിയാം, ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും എല്ലാവർക്കും മടുക്കും. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. രാജേട്ടാ, കൊച്ചി പഴയ കൊച്ചിയല്ല, പുതിയ കൊച്ചിയാണ്. പക്ഷേ ആ കൊച്ചിക്ക് മേൽ കോൺഗ്രസിനകത്ത് സീറ്റിന് വേണ്ടിയിട്ടുള്ള പിടിവലിയാണ്. എന്നാൽ LDFിൻ്റെ KJ മാക്സിയെ സംബന്ധിച്ചിട്ട് ചെറിയൊരു ചങ്കിടിപ്പ് ഇല്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. ഈ ലത്തീൻ സഭയുടെ ഒരു തീരുമാനം ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഈ ലത്തീൻ സഭയും കൊച്ചി നിയോജകമണ്ഡലം തമ്മിലുള്ള ബന്ധം എന്താണ്? വലിയ ആത്മബന്ധമുണ്ട്. കാരണം കൊച്ചിൻ്റെ ഒരു ചരിത്രം നമ്മൾ സ്വാതന്ത്ര്യാനന്തരം നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കൊച്ചിയിൽ ഏറെക്കുറെ നിയമസഭയിലായാലും ശരി പാർലമെൻറ്റിലൊക്കെ മത്സരിച്ച് വിജയിച്ച് വന്നവരെല്ലാം ലത്തീൻ സഭയിൽപ്പെട്ട ആളുകളായിരുന്നു. അപ്പോൾ ലത്തീൻ സഭയ്ക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയണം. അവർക്കൊരു ലത്തീൻ സഭയ്ക്ക് അറിയാതെ തന്നെ ഒരു UDF മൈൻഡ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി പറഞ്ഞാൽ ഒരു കോൺഗ്രസ് മൈൻഡ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം അതിൻ്റെ ഒരു ചരിത്രം ഇപ്പോൾ ഹൈബി ഈഡനായാലും ശരി, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജോർജ് ഈഡനായാലും ശരി, സെബാസ്റ്റ്യൻ പോൾ സാറായാലും ശരി, അതുപോലെയുള്ള നിരവധി MLA-മാരും MP-മാരും ഒക്കെ ജയിച്ചു വന്നതൊക്കെ സഭയുടെ കൂടി പിന്തുണയിലാണ് എന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട്. അപ്പം ലത്തീൻ സഭ മുന്നോട്ട് വയ്ക്കുന്ന ചില നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ അങ്ങനെ അവഗണിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. നമുക്ക് പറയാം, ഇപ്പോൾ കൊച്ചിയിലെ എറണാകുളത്ത് എല്ലാ കാലത്തും വിജയിക്കുന്നത് ആരാണ്? ലത്തീൻ സഭ അംഗമാണ്. ഇപ്പോൾ TJ വിനോദ് ഇപ്പോൾ MLA ആയിരിക്കുന്നു. അപ്പം ഒരു ബൈ ഇലക്ഷനിലാണ് അദ്ദേഹം വരുന്നത്. അപ്പം ഹൈബി ഈഡൻ MP ആയി പോയപ്പോൾ അവിടെ വന്ന ബൈ ഇലക്ഷനിലാണ് TJ വിനോദ് വന്നത്. വളരെ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയ ഇലക്ഷനായിരുന്നു. വലിയ തുടർച്ചയായ മഴയൊക്കെ കാരണം. എന്നിട്ട് പോലും TJ വിനോദിന് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ച് കയറാൻ വേണ്ടി കഴിഞ്ഞു. അദ്ദേഹം വിജയം ആവർത്തിച്ചു. ഇത്തവണയും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയവും മതവും ഒക്കെ കൂടിക്കുഴഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പ്രാവശ്യത്തെ വേറൊരു പ്രശ്നമുണ്ട്. ലത്തീൻ സഭയുടെ ഏറ്റവും പ്രിയപ്പെട്ട സാബു ജോർജാണ് LDFന് വേണ്ടി കളത്തിലിറങ്ങുന്നത്. അതെ, സാബു ജോർജ് കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാലും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനം കൂടിയുണ്ട്. അതെ, അങ്ങനെ ഒരു കൈപ്പത്തി എന്ന് പറയുന്ന ഒരു സാധനത്തോട് അവർക്ക് ദീർഘകാലമായിട്ടുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് 2 തരത്തിലാണല്ലോ. ദൈവവിശ്വാസമുണ്ട്, അതുപോലെ തന്നെ ചില നേതാക്കന്മാരിൽ അവർക്ക് വിശ്വാസമുണ്ട്, ചില ചിഹ്നങ്ങളിൽ വിശ്വാസമുണ്ട്. ഇതൊക്കെ കൂടിക്കലർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് എറണാകുളത്ത് എല്ലാ കാലത്തും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ എറണാകുളം നിയോജക മണ്ഡലത്തിൽ TJ വിനോദിൻ്റെ പെർഫോമൻസിനെടുത്ത് നമ്മളത് പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അത്രയും ഒരു ശരിക്കും പെർഫോം ചെയ്തൊരു MLA ആണോ? അല്ല, TJ വിനോദ് പെർഫോം ചെയ്ത MLA ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് TJ വിനോദ് യഥാർത്ഥത്തിൽ സഭയ്ക്ക് വേണ്ടപ്പെട്ടവനാണോ എന്ന് ചോദിക്കുന്നത് ഏറ്റവും നല്ലത്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് തന്നെ പറയണം. ഇപ്പോൾ TJ വിനോദ് എന്തുകൊണ്ട് ജയിക്കുന്നു വെച്ചാൽ അദ്ദേഹം വലിയ വികസന മുന്നേറ്റം നടത്തി വികസന നായകനായതുകൊണ്ടൊന്നും ജയിക്കുന്നില്ലല്ലോ. അദ്ദേഹത്തിന് കൃത്യമായ ബാക്കിംഗ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് ഒറ്റ ഇതിലേക്ക് പറയാം. ഇപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ദീപ്തി മേരി വർഗീസ് മേയറായേക്കും എന്നുള്ള ചർച്ചകൾ വരുന്നു. ഷൈനി കൊച്ചി എന്നുള്ള ഷൈനി ചിലപ്പോൾ മേയറാവും എന്ന് പറയുന്നു. പക്ഷേ ഇവർ രണ്ടുപേരുമല്ല മേയറായത്, മിനിമോളാണ് മേയറായി വരുന്നത്. കാരണം 2.5 വർഷക്കാലം മിനിമോൾ ആവട്ടെ എന്ന് തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണല്ലോ. പിന്നീട് അത് ലത്തീൻ സഭയാണ് തീരുമാനിച്ചത്. എനിക്ക് വേണ്ടിയിട്ട് ലത്തീൻ സഭ എൻ്റെ പേര് പറഞ്ഞു എന്നൊക്കെ മിനിമോൾ തന്നെയാണ് പരസ്യമായി പറഞ്ഞത്. അപ്പം അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പം നമുക്ക് പല സ്ഥലങ്ങളിൽ ഇത് കാണാം. ഇപ്പം ഓർത്തഡോക്സ് സഭയ്ക്ക് ആൾക്കാർ വരുന്നു, തിരുവല്ലയിലൊക്കെ ഓർത്തഡോക്സ് സഭയുമായി ബന്ധപ്പെട്ട ആൾക്കാർ വരുന്നു, സ്ഥാനാർത്ഥികളാകാൻ വരുന്നു. ചില സ്ഥലങ്ങളിൽ ഇപ്പം പിറവത്ത് എങ്ങനെയാണ് അനൂപ് ജയിക്കുന്നത്? ജാക്കോബിൻ സഭയുടെ മാത്രം പിന്തുണയുള്ളതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ച് കയറി പോയിരുന്നത്. അപ്പോൾ അത് TN ജേക്കബ് ഉണ്ടാക്കിയ സഭയുമായി ഉണ്ടാക്കിയ ഒരു ധാരണയുണ്ട്. ആ ധാരണ പ്രകാരം തന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷവും TN ജേക്കബിൻ്റെ മരണശേഷം 3ാമത്തെ തെരഞ്ഞെടുപ്പാണല്ലോ, 4ാമത്തെ തെരഞ്ഞെടുപ്പാണ് വരാൻ, ബൈ ഇലക്ഷൻ അടക്കം 4ാമത്തെ തെരഞ്ഞെടുപ്പായി വരാൻ പോകുന്നത്. ഈ സമയത്തൊക്കെ സഭ അനൂപിനെ കൈവിടാതെ ഉണ്ട്. അനൂപ് അങ്ങനെ ഒരു മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ വളരെ വിശാലമായ ഒരു അർത്ഥത്തിലൊക്കെ വികസന
പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരു വികസന നായകനൊന്നുമല്ല. പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിനെ എല്ലാ കാലത്തും സ്വന്തം ആളെ പോലെ തന്നെ അവരെ ജയിപ്പിച്ചു വിടുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള കേരളത്തിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും പല ജാതി സമവാക്യങ്ങൾ കൃത്യമായി നിലനിൽക്കുകയും അവർ മെച്ചപ്പെട്ടതാണോ വികസനം വന്നോ ഒന്നും നോക്കാതെ തന്നെ ഞങ്ങളുടെ ആളാണ് എന്നുള്ള നിലയിൽ തന്നെ ജയിപ്പിച്ച് കൊണ്ടുപോകുന്നൊരു സാഹചര്യം എന്തായാലും കേരളത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് തന്നെ കൊച്ചിക്ക് എല്ലാ കാലത്തും ലത്തീൻ പാരമ്പര്യമുണ്ട്. കൊച്ചിയുടെ ഒരു ചരിത്രം അതാണല്ലോ, കൊച്ചിന്റെ ഒരു ചരിത്രം അതാണ്. അപ്പം ആംഗ്ലോ ഇന്ത്യൻസ് ഉൾപ്പെടുന്ന ഒരു വേറൊരു സംസ്കാരമാണ്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോളൂ, ഇപ്പൊ കൊച്ചിയിലേക്ക് പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പേരാണ് മുഹമ്മദ് റിയാസിന്റെ പേര്. മുഹമ്മദ് റിയാസിനെ അവർ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. മുഹമ്മദ് റിയാസിനോടൊപ്പം തന്നെ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പേരാണ് ഡൊമിനിക് പ്രസന്റേഷൻ. അതോടൊപ്പം തന്നെ ശ്രീ ഷെറിൻ വർഗീസ് എന്ന് പറഞ്ഞാൽ DCC ജനറൽ സെക്രട്ടറിയാണ്. അതുകൂടാതെ ഒരു കോൺഗ്രസിന്റെ ഒരു അക്കാഡമിക് ഫേസ് കൂടിയാണ് ഈ ഷെറിൻ വർഗീസ് എന്ന് പറയുന്നത്. അദ്ദേഹം മാധ്യമങ്ങളൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അതുകൂടാതെ തന്നെ ഈ പാഠപുസ്തക സമരത്തിലൊക്കെ ശക്തമായിട്ട് ഇടപെടലുകൾ നടത്തി. പാഠപുസ്തക സമരത്തിലൂടെയാണ് നമ്മൾ ഇദ്ദേഹം DCC പ്രസിഡന്റ് ആയിരിക്കുന്ന മുഹമ്മദ് ഷിയാസിനെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പാഠപുസ്തക സമരവുമായി ബന്ധപ്പെട്ടാണ്. അപ്പം ഇതൊന്നും അതായത് കൊച്ചി എന്ന് പറഞ്ഞത് എവിടെയാണ്? പള്ളുരുത്തി, പഴയ പള്ളുരുത്തിയാണ്. ഈ പഴയ പള്ളുരുത്തിക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, ശരിക്കും വലിയ ഒരു ഭയങ്കര മിക്സഡ് കൾച്ചറുള്ള ഒരു സ്ഥലം കൂടിയാണ് കൊച്ചി എന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും മിക്സഡ് കൾച്ചറൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ കുറച്ചും കൂടി നമുക്ക് പലരെയും പരീക്ഷിച്ചിട്ടുണ്ട് കോൺഗ്രസ് അവിടെ. അപ്പോൾ അവിടെ ഒന്നും ക്ലച്ച് പിടിക്കാൻ പറ്റാതെ പോയെന്ന് പറഞ്ഞാൽ അവരിലൊരാളായി നിൽക്കുന്ന ഒരാൾക്കാണ് അവർക്ക് താല്പര്യം എന്നുള്ളതാണ്. ഇപ്പൊ എറണാകുളത്തിൻ്റെത് പോലെയുള്ള ഒരു കൾച്ചർ അല്ല, അല്ലെ ഒരു പൊളിറ്റിക്കൽ കാലാവസ്ഥയല്ല ഈ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊച്ചി നിയോജക മണ്ഡലത്തിലുള്ളത്. അപ്പം KJ മാക്സി അവിടെ ജയിക്കുന്നു എന്ന് പറയുമ്പോൾ KJ മാക്സി അവിടെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ തൊഴിലാളി യൂണിയൻ പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ സജീവ. KJ മാക്സി മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനെന്ന് ചോദിച്ചാൽ അല്ല തന്നെ ഞാൻ പറയും. പക്ഷേ ജനങ്ങൾക്ക് അവിടെ സ്വീകാര്യതയുണ്ട് എന്നുള്ളത് അവരിലൊരാളായി നിൽക്കുന്ന ഒരാളാണ് KJ മാക്സി എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു UDF മൈൻഡുള്ള സ്ഥലം തന്നെയാണ് അവിടെ. പക്ഷേ അവിടെ KJ മാക്സി 2 തവണ ജയിച്ചു. ഇനി KJ മാക്സി തന്നെ തുടരാൻ വേണ്ടി അവർ തീരുമാനിച്ചതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവിടെ തുടർച്ചയുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവിടെ KJ മാക്സി അല്ലാതെ വരുമ്പോൾ അവിടെ നല്ലൊരു സ്ഥാനാർത്ഥി UDF നിർത്തി കഴിഞ്ഞാൽ അവർ ജയിക്കും, സാധ്യതയുണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോഴും ഇപ്പോൾ ഈ ഡൊമിനിക് പ്രസന്റേഷൻ്റെ ഒക്കെ പേര് പറഞ്ഞു കേൾക്കുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഡൊമിനിക് പ്രസന്റേഷൻ ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ രൂപതാംഗമാണ്. ഈ കൊച്ചിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. കൊച്ചിയിലെ ഈ ചില പള്ളികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ രൂപതയുടെ കീഴിൽ വരുന്നുണ്ട്. എന്നാൽ കൊച്ചി രൂപതയുടെ കീഴിൽ ആലപ്പുഴയിലെ ചില സ്ഥലങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ ആലപ്പുഴ രൂപതക്കാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമിനിക് പ്രസന്റേഷൻ്റെ ഒരു ബാക്കപ്പായിട്ട് നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ കൊച്ചി രൂപതയ്ക്ക് ഈ ഡൊമിനിക് പ്രസന്റേഷനോട് ചില അസ്വസ്ഥതകളുണ്ട്. അപ്പോൾ ഈ അസ്വസ്ഥതകൾ വരുന്ന സമയത്താണ് ഈ DCC സെക്രട്ടറിയായിട്ടുള്ള ഷെറിൻ വർഗീസിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റൊരു പേരായിട്ട് വരുന്നത് ഹെൻറി ഓസ്റ്റിൻ്റെ പേരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില യുവമുഖങ്ങൾ കൂടി രംഗത്തേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പരിഗണിക്കാതെ പോകാൻ പറ്റത്തില്ല. അല്ല, ഇതിൽ കോൺഗ്രസ്സിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം, ഡൊമിനിക് പ്രസന്റേഷൻ ഒന്നല്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇപ്പോൾ പരിഗണിക്കേണ്ടത്. ഡൊമിനിക് പ്രസന്റേഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മുന്നേ നടന്നുപോയ ആളുകളാണ്. അവർക്കൊക്കെ പിന്നീട് പരാജയമൊക്കെ സംഭവിച്ചുള്ള ആളുകളാണ്, സ്വീകാര്യത ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും വേണ്ടത് ഹെൻറി ഓസ്റ്റിനെ പോലെയുള്ള അല്ലെങ്കിൽ ഷെറിനെ പോലെയുള്ള കുറച്ചും കൂടി ഊർജ്ജസ്വലരായ ആളുകൾ, ഫ്രഷായിട്ടുള്ള ആളുകളെ കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതായത് അവിടെയുള്ള ആളുകൾക്ക് കുറച്ചും കൂടി സ്വീകാര്യത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പുതുമുഖങ്ങൾ വന്നാൽ, കോൺഗ്രസ് അവരുടെ ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു 50% പുതുമുഖങ്ങളെ കൊണ്ടുവരും എന്നായിരുന്നു. അതായത് യുവാക്കളെയും യുവതികളെയും ഞങ്ങൾ അവതരിപ്പിക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ വീണ്ടും നമ്മൾ പേര് പറഞ്ഞ് കേൾക്കുമ്പോൾ പറയുന്ന പേരൊക്കെ പഴയ പേര് തന്നെയാണ്. ഡൊമിനിക് പ്രസന്റേഷൻ എന്നൊക്കെ പറയുന്നത് കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേര് തന്നെയാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊന്നും അല്ലാതെ പൂർണ്ണമായും ഈ മണ്ഡലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കണമെങ്കിൽ തീർച്ചയായും അവർ പുതിയ ആളുകളെ കൊണ്ടുവരണം. കുറച്ചും കൂടി ആളുകളിൽ പ്രതീക്ഷയുണ്ടാക്കുന്ന പുതിയ മുഖങ്ങളെ തന്നെ അവതരിപ്പിക്കണമെന്നാണ് പറയേണ്ടത്. അത് ജാതി സമവാക്യങ്ങളൊക്കെ തീർച്ചയായും സമുദായ സമവാക്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇപ്പം ചില ഇലക്ഷനിൽ ഇപ്പം MK സാനു മാഷ് ഇവിടെ ഒരു തവണ ജയിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ കാലത്തും അങ്ങനെ ജയിക്കാൻ പറ്റില്ല. നമുക്കറിയാമല്ലോ, ഇപ്പോൾ രാജീവ് ഇവിടെ പിന്നെ പാർലമെന്റിലേക്ക് മത്സരിച്ച് അതിദയനീയമായി പരാജയപ്പെട്ട ചരിത്രം കൂടി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില സമവാക്യങ്ങളും കൂടി കൂട്ടിയിണക്കിയാൽ മാത്രമേ ഇവർക്കിത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ബോധ്യം കോൺഗ്രസിന് പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ജാതി സമവാക്യങ്ങളും നിലനിർത്തണം, ഒപ്പം തന്നെ ഈ ആളുകൾക്കിടയിൽ കുറച്ചും കൂടി കയറി ചെല്ലാൻ പറ്റുന്ന പുതിയ മുഖങ്ങളെ കൂടി കൊണ്ടുവന്നാൽ മാത്രമേ ഈ കോട്ടകളൊക്കെ തകർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള ഇപ്പോൾ കനകോലുമൊക്കെ വലിയ രീതിയിൽ പഠനം നടത്തിയെന്ന് പറയുമ്പോൾ പോലും പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള എന്താണ് വികാരം എന്ന്
പഠിക്കാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറാവുന്നില്ല എന്നുള്ളത് പലപ്പോഴും തിരിച്ചടിക്ക് കാരണമാവുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. ഈ അടുത്ത ദിവസം എന്താ വെച്ചാൽ നമ്മൾ ഈ മുംബൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക് ഗ്രൂപ്പ് ഉണ്ട് കേരളത്തിൽ. ഇഷ്ടംപോലെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ഉണ്ട്, നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ അതങ്ങനെയല്ല, ഇത് ശരിക്ക് സ്ട്രാറ്റജിക്കല്ല. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ABCD ഇങ്ങനെ 4 ഗ്രേഡുകളിലായിട്ട് സ്ഥാനാർത്ഥികളെ ഡിവൈഡ് ചെയ്യണമായിരുന്നു. പക്ഷേ കനകൂലി ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ D ഗ്രേഡിൽപ്പെട്ട ആളുകളിൽ നിന്ന് ചില്ലറ ഒക്കെ മേടിച്ചിട്ടുണ്ടോ ഇല്ലയോ അതൊരു ആരോപണമായിട്ടൊന്നും പറയാനായിട്ട് നമ്മളില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ പേര് കൂടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സ്ക്രീനിങ്ങിന് വിട്ടിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ A ഗ്രേഡിലും B ഗ്രേഡിലും C ഗ്രേഡിൽ വരപ്പെടുന്ന നേതാക്കന്മാർ ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അർഹരായിട്ടുള്ള പല ആളുകളും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് പറയുന്ന പേര് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെയാണ് ജിൻഡോ ജോൺ. ജിൻഡോ ജോണിൻ്റെ പേര് കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലും ഒരു ഉദാഹരണം മാത്രമായിട്ട്, അദ്ദേഹം ഒരു ഹിന്ദിക്കാരനാണ്, അയാൾ പറഞ്ഞ പേരാണ്. കാരണം ജിൻഡോ ജോൺ ഒരു പബ്ലിക്കലി നിറഞ്ഞു നിൽക്കുന്ന ഒരു കക്ഷിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പോലും പേര് ഒരു സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ ഒരു പറ്റം നേതാക്കന്മാരുടെ പേര് പറയുന്നുണ്ട്. ഈ അബിൻ വർക്കിയുടെ ഉൾപ്പെടെ, അബിൻ വർക്കിയെ പിന്നെ ആറന്മുളയിലൊക്കെ പരിഗണിക്കുന്നുണ്ട് എന്നെങ്കിലും പറയാം. അങ്ങനെ ഒരു പറ്റം നേതാക്കന്മാർ, ഇപ്പോൾ VS ജോയിയെ ഏറ്റവും ലാസ്റ്റ് ഇവർ എന്താ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ട്. അതിപ്പോൾ നമ്മൾ പറയണമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ പേരുകൾ പർപ്പസ്ഫുള്ളി സുനിൽ കനകോലു ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അല്ല, അതാ പറഞ്ഞത്. ഇപ്പോൾ ഇവർ ഈ കനകോലു സിദ്ധാന്തം മാത്രം ബേസ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ പ്രാദേശിക അടിസ്ഥാനത്തിലുണ്ടാകുന്ന വികാരങ്ങളെക്കുറിച്ച്, ഇപ്പോൾ കനകോലു ഈ പഠനം നടത്തിയ 6 മാസം മുന്നെയാണ്. 6 മാസത്തിന് ശേഷം ഇവിടെ എന്തെല്ലാം പൊളിറ്റിക്കലി എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, എന്തെല്ലാം ഒന്നും പറയണ്ട. നമ്മളിപ്പം ഈ ആറന്മുളയിൽ തന്നെ പറയും, ആറന്മുളയിൽ 6 മാസം മുന്നേ ഉള്ളൊരു രാഷ്ട്രീയ കാലാവസ്ഥയാണെന്ന് സിവിക്ക് തോന്നുന്നുണ്ട്. മാറിയിട്ടുണ്ട്. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ജാതി സമവാക്യങ്ങളും ഒപ്പം തന്നെ അവിടെയുള്ള പ്രാദേശികമായ ചില വിഷയങ്ങളും അവിടുത്തെ ജനങ്ങളുടെ വികാരം ഒക്കെ പഠിക്കാൻ തയ്യാറാവണം. ഇപ്പം തൊട്ട് പഠിക്കാൻ തയ്യാറാവണം. അല്ല, ഇത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1 മാസം മുമ്പ് വരെ, അതായത് മോഹൻലാലിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ മാധ്യമങ്ങളിൽ വരുന്നതിന് മുമ്പ് വരെ പിണറായി വിജയനെ കുറിച്ച് ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു രൂപം കർക്കശിക്കാരനായിട്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു പിണറായി വിജയൻ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചിരിക്കാറുണ്ട്, ഞാൻ എൻ്റെ കൊച്ചുമക്കളോടൊപ്പം സമയം ചെലവഴിക്കാറുണ്ട്, പക്ഷേ നിങ്ങളാരും അത് സംപ്രേഷണം ചെയ്യാറില്ല എന്നേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അതിലൊക്കെ വന്നിട്ടുള്ളൊരു വലിയ മാറ്റമുണ്ട്. ആ മാറ്റത്തൊക്കെ നമുക്ക് കാണാതിരിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ എനിക്ക് ഈ അതിൽ ഒരു എതിരഭിപ്രായമുണ്ട്. കാരണം മുഖ്യമന്ത്രിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നതുകൊണ്ട് മാത്രം ജനങ്ങളിൽ പൊളിറ്റിക്കലി വലിയ മാറ്റം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം ആളുകൾക്കിടയിൽ ഇപ്പം പിണറായി വിജയൻ ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് എങ്ങനെ ഷൗട്ട് ചെയ്യുന്നുണ്ടോ എന്നൊന്നും അല്ലല്ലോ വിഷയം. അപ്പോൾ ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിൽ ആളുകൾ എങ്ങനെ അദ്ദേഹത്തെ കാണുന്നു എന്നുള്ളതാണ്. ഒരു കൃത്യമായിട്ട് വികസന പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നു, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ നീക്കങ്ങൾ എന്താണ് എന്നൊക്കെ ആളുകൾ കൗതുകത്തോടെ നോക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം ആരായാലും നമുക്കറിയാം, ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും എല്ലാവർക്കും അടുക്കും. അത്ര വലിയ വികസന പ്രവർത്തനം നടത്തിയ ആളായാൽ പോലും 10 വർഷം കഴിയുമ്പോഴേക്കും എല്ലാവർക്കും അടുക്കും. പുതിയൊരു ടീം വരട്ടെ എന്നൊക്കെ തന്നെ ആളുകളെ എപ്പോൾ വിചാരിക്കും. അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് ഇതൊക്കെ പറയുമ്പോഴും പ്രാദേശിക അടിസ്ഥാനത്തിൽ ഉണ്ടാകും. ഇപ്പം പിണറായി വിജയനോട് താല്പര്യം ഉണ്ടായതുകൊണ്ട് ആറന്മുളയിൽ എല്ലാ ആളുകളും വീണ ജോർജിന് വോട്ട് ചെയ്യണമെന്നില്ല. അത് അവിടെ ഓരോ സ്ഥലങ്ങളിലും ഈ സ്ഥാനാർത്ഥിയെ പരിഗണിക്കും. ഈ സ്ഥാനാർത്ഥിയുടെ ചില സമുദായ സമവാക്യങ്ങൾ, അവരുടെ ഈ 5 വർഷക്കാലത്തെ അവരുടെ നിലപാടുകൾ, ഇതൊക്കെ പരിഗണിച്ചാണ് ആളുകൾ വോട്ട് ചെയ്യുക. അല്ലാതെ ഒരിക്കലും പിണറായി വിജയനാണ് ഇത് നയിക്കുന്നു എന്നുള്ളത് കൊണ്ട് അന്ധമായ ആളുകൾ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. ഇന്ന് ന്യൂ മീഡിയൻ്റെ കാലമാണ്. അപ്പോൾ ഓരോ ദിവസവും ആൾക്കാരുടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണുന്നത്.